السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന ദിക്ർ ദുആകളെ സംബന്ധിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ അബ്ദുല്ലാഹിബ്നു ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, ഖറജ്ന ഫീ ലൈലത്തിൻ മതീറത്തിൻ വളുൽമത്തിൻ ശദീദ നത്ലുബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ലനാ ഫഅദ്റക്തുഹു ഫഖാൽ. നല്ല മഴയുള്ള ഒരു രാത്രിയിൽ, കൂരിരുട്ടുള്ള ഒരു രാത്രിയിൽ, അപ്പോൾ നല്ല മഴയും കൂരിരുട്ടുമുള്ള ഒരു രാത്രിയിൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചു ചെന്നു, നമസ്കാരത്തിന് ഇമാമ് നിൽക്കാൻ വേണ്ടി. അങ്ങനെ നബിയെ കണ്ടു. അപ്പോൾ എന്നെ കണ്ട മാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു, ഖുൽ എന്ന് പറഞ്ഞു, പറയുക. ഫലം അഖുൽ ഷൈഅൻ, ഞാൻ ഒന്നും പറഞ്ഞില്ല, കാരണം എനിക്കൊരു ഐഡിയ കിട്ടിയില്ല എന്താണ് റസൂലുള്ള പറയുന്നത്. സുമ്മ ഖാല ഖുൽ, പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറയുക. ഫലം അഖുൽ ഷൈഅൻ, അപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല, കാരണം എന്താണ് പറയേണ്ടത് എനിക്ക് ഐഡിയ ഇല്ല. വീണ്ടും പ്രവാചകൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുൽ, പറയുക എന്ന് പറഞ്ഞു. ഖുൽതു മാ അഖൂൽ, മൂന്നാമത് ഞാൻ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ എന്താണ് പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് വഖുൽ വൽ മുഅവ്വിദതൈൻ. ഖുൽ, നീ പറയുക, ഹുവല്ലാഹു അഹദ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. വൽ മുഅവ്വിദതൈൻ, രണ്ട് മുഅവ്വിദത്തുകളും, അതിലൊന്ന് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, രണ്ടാമത്തത് ഖുൽ അഊദു ബിറബ്ബിന്നാസ്. അതാണ് മുഅവ്വിദതൈൻ എന്ന് പറഞ്ഞാൽ. മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. അപ്പോൾ ഈ മൂന്ന് സൂറത്തും പാരായണം ചെയ്യാനാണ് പറയുന്നത്. എപ്പോഴൊക്കെ? ഹീന തുംസി, വൈകുന്നേരം 3 തവണ. വ തുസ്ബിഹു, അതേപോലെ തന്നെ രാവിലെ ആയാലും സലാസ മറാത്തിൻ, 3 തവണ. അപ്പോൾ ഹീന തുംസി വ തുസ്ബിഹു സലാസ മറാത്തിൻ തക്ഫീക മിൻ കുല്ലി ഷൈ. എല്ലാ പ്രയാസത്തിൽ നിന്നും അല്ലാഹു സംരക്ഷണം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആ സമയത്ത് പ്രത്യേകം പറയാനുള്ള കാരണം, നല്ല മഴയും നല്ല ഇരുട്ടും, അതേപോലെ ശക്തമായ മഴ, കാറ്റ്, അതേപോലെയുള്ള സംഭവങ്ങൾ, മറ്റു പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതിൽ നിന്നൊക്കെ സംരക്ഷണം നൽകും ഈ 3 അധ്യായങ്ങൾ. കാരണം സൂറത്തു അൽ ഇഖ്ലാസിൻ്റെ അർത്ഥം പരിശോധിച്ചാൽ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ ഏകത്വവും എല്ലാ നിലക്കും സംരക്ഷണം നൽകാൻ കഴിവുള്ള ഏകനായ അള്ളാഹുവിനെ കുറിച്ചാണ് സൂറത്തുൽ ഇഖ്ലാസിൽ പറയുന്നത്. പിന്നീട് സൂറത്തുൽ ഫലഖിൽ എല്ലാ നിലക്കുമുള്ള ഷർറുകളിൽ നിന്ന്, അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ സൃഷ്ടികളുടെയും ഷർറിൽ നിന്ന്, അസൂയാലുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന്, കണ്ണേറുകാരുടെ, സിഹ്റുകാരുടെ തുടങ്ങി എല്ലാവരുടെയും ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടൽ അതിലുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൻ നാസിൽ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളുടെ വസ്വാസുകളിൽ നിന്ന് രക്ഷ തേടലുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ ഷർറുകളിൽ നിന്നും അഭയം തേടുന്ന അധ്യായങ്ങളാണ് ഈ മുഅവ്വിദാത്തുകൾ. അത് രാവിലെയും 3 തവണ, വൈകുന്നേരവും 3 തവണ. ഇത് അദ്കാറു സ്വബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്ർ ദുആകളിൽ പെട്ടതാണ്. നമസ്കാര ശേഷം ചൊല്ലുന്നത്, അത് ഓരോ നമസ്കാര ശേഷവും ഓരോ തവണയാണ്, 3 തവണയില്ല. ഓരോ നമസ്കാര ശേഷവും ഓരോ തവണ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ചൊല്ലൽ സുന്നത്താണ്. എന്നാൽ രാവിലെ വൈകുന്നേരം, അത് രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റിൽ പെട്ടതാണ് 3 തവണ ചൊല്ലുക എന്നുള്ളത്. അത് പ്രത്യേകം വേറെ തന്നെ ചെല്ലാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അസ്സുനനുൽ കുബ്രയിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഫാത്തിമ,
റളിയല്ലാഹു അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, മാ യംനഉകി, നിനക്കെന്താണ് തടസ്സം, അൻ തസ്മഇ മാ ഊസീകി ബി, ഞാൻ നിനക്ക് നൽകുന്ന വസിയ്യത്ത് സ്വീകരിക്കാതിരിക്കാൻ നിനക്കെന്താണ് തടസ്സം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മുഖവരിയോടുകൂടി പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വസിയ്യത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ല എന്ന അർത്ഥത്തിലല്ല. അതൊരു പ്രയോഗമാണ് അറബി ഭാഷയിലെ. എന്ന് പറഞ്ഞാൽ ഒരു തടസ്സവും നിനക്കുണ്ടാവരുത്, എൻ്റെ ഈ വസിയ്യത്ത് സ്വീകരിക്കണം. നിനക്കൊരു തടസ്സവും ഉണ്ടാവരുത്, നീ ഒരിക്കലും ഈ വസിയ്യത്ത് ഉപേക്ഷിക്കരുത് എന്ന അർത്ഥത്തിലാണ്. ഒരിക്കലും ഈ വസിയ്യത്ത് നീ ഉപേക്ഷിക്കരുത് എന്ന് പൊന്നുമകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് ഫാത്തിമ, ഒരിക്കലും ഞാൻ ഈ നൽകുന്ന വസിയ്യത്തിനെ നീ തട്ടിക്കളയരുത്. എന്താണ് ആ വസിയ്യത്ത്? അൻ തഖൂലി, നീ പറയണം, ഇദാ അസ്ബഹ്തി വ ഇദാ അംസൈതി, രാവിലെ ആയാലും വൈകുന്നേരമായാലും നീ ഇങ്ങനെ പറയണം. എന്താ പറയേണ്ടത്? യാ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവേ. അള്ളാഹുവിൻ്റെ ഇസ്മാണത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യു അൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ഒരിക്കലും മരണമില്ലാത്തവൻ, തുടക്കമോ ഒടുക്കമോ ഇല്ലാത്തവൻ, മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നവൻ, എന്നാൽ മറ്റൊരാളുടെയും ആശ്രയത്തിലല്ലാത്തവൻ. അതാണ് അൽ ഹയ്യ്. യാ ഹയ്യു യാ ഖയ്യൂം. ഖയ്യൂം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും നിയന്ത്രിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടും നിലകൊള്ളുന്നവൻ, സംരക്ഷിച്ചുകൊണ്ടും നിയന്ത്രിച്ചുകൊണ്ടും നിലകൊള്ളുന്നവൻ. പ്രപഞ്ചത്തിന് വേണ്ടി, സൂക്ഷ്മവും സ്ഥൂലവുമായ സകല പ്രതിഭാസങ്ങൾക്കും വേണ്ടി, താൻ സൃഷ്ടിച്ച സൃഷ്ടികളുടെ സംരക്ഷണത്തിനു വേണ്ടിയും നിയന്ത്രണത്തിനു വേണ്ടിയും നിലകൊള്ളുന്നവൻ. അതാണ് അൽ ഖയ്യൂം, എല്ലാറ്റിനെയും നിയന്ത്രിച്ചുകൊണ്ട് നിലകൊള്ളുന്നവൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ രണ്ട് ഇസ്മുകൾ വിളിക്കുക, യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനും സംരക്ഷിക്കുന്നവനുമായ അള്ളാഹുവേ. ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യത്തിൽ ഞാനിതാ അഭയം തേടുന്നു, നിന്റെ കാരുണ്യത്തോട് ഞാൻ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ വസീലയാക്കുകയാണ്. അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ വസീലയാക്കിക്കൊണ്ട് ദുആ ചെയ്യാം. ബിറഹ്മതിക, നിന്റെ കാരുണ്യം കൊണ്ട് അസ്തഗീസു, ഞാൻ ഇസ്തിഗാസയെ തേടുന്നു, നിന്റെ റഹ്മത്തിൽ ഞാൻ ഇസ്തിഗാസയെ തേടുന്നു, നിന്റെ കാരുണ്യത്തിൽ ഞാൻ സഹായത്തെ തേടുന്നു. ബിറഹ്മതിക അസ്തഗീസു. അസ്തഗീസ് എന്ന് പറഞ്ഞാൽ ഗൗസിനെ തേടലാണ്, സഹായം തേടലാണ്. അത് അള്ളാഹുവിനോട് മാത്രമാണ്. ബിറഹ്മതിക അസ്തഗീസ്. അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹു, അസ്ലിഹ് ലീ, നീ എനിക്ക് നന്നാക്കി തരണം. ശഅ്നി, എൻ്റെ കാര്യങ്ങൾ, കുല്ലഹു, എല്ലാ കാര്യങ്ങളും, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നന്നാക്കി തരണം. എവിടെയും ഒരു കുഴപ്പമില്ലാതെ, ഒരു പ്രശ്നമില്ലാതെ, എല്ലാറ്റിലും ഒരു നന്മ നീ എനിക്ക് നൽകണം. അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. വലാ തകിൽനി, എന്നെ നീ ഏൽപ്പിക്കരുത്, എന്നെ നീ ഏൽപ്പിക്കരുത്. വലാ തകിൽനി ഇലാ നഫ്സി, എന്നെ തന്നെ, എൻ്റെ കാര്യം നീ എന്നെ തന്നെ ഏൽപ്പിക്കരുത്. ത്വർഫത ഐൻ, കണ്ണിമ വെട്ടുന്ന നേരം പോലും. ത്വർഫത ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണു ചുമ്മി തുറക്കുന്ന നേരമാണ്. അത്രയും ഷോർട്ട് പീരീഡ് പോലും നീ എന്നെ കയ്യൊഴിയല്ലേ റബ്ബേ. അതുകൊണ്ട് ഹയ്യായ ഖയ്യൂമായ അള്ളാഹുവേ, നിന്റെ റഹ്മത്തിൽ ഞാൻ ഇസ്തിഗാസയെ തേടുന്നു, ഞാൻ അഭയം തേടുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നന്നാക്കി തരണം. വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ, കണ്ണിമ വെട്ടുന്ന നേരം പോലും എൻ്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ എല്ലാ ഹൗലും ഖുവ്വത്തും ഒക്കെ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്ന, അള്ളാഹുവേ എനിക്ക് യാതൊരു കഴിവുമില്ല, നിന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ, നിന്റെ അനുഗ്രഹം കൊണ്ടല്ലാതെ ഒരു നന്മയും നേടിയെടുക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ള ആ ശരിയായ ഫഖർ, മനുഷ്യൻ്റെ ദാരിദ്ര്യം, അത് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് റബ്ബിൻ്റെ മുന്നിൽ സമ്മതിക്കുകയാണെന്ത്? എല്ലാറ്റിനും കഴിവുള്ളവൻ നീയാണ്, ഞാൻ ഒന്നിനും കഴിവില്ലാത്തവനാണ്. കണ്ണിമ വെട്ടുന്ന നേരം അത്ര പോലും എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് കഴിയില്ല. മനുഷ്യനെ അഹങ്കാരത്തിൽ നിന്ന് തടയുന്ന ദുആണത്. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളും എന്ന് കരുതുന്ന ആളുകളുണ്ടല്ലോ. എനിക്ക് ഞാൻ മതി, എനിക്കാരുടെയും സഹായം വേണ്ട, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ, ദൈവമില്ല, ഇലാഹില്ല, ആരാധ്യനില്ല എന്ന് പറയുന്ന ധിക്കാരികൾ,
എല്ലാവർക്കുമുള്ള ഒരു പാഠമാണിത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ തൗഫീഖില്ലാതെ, അവൻ്റെ സഹായമില്ലാതെ ഒരു സെക്കൻഡ് പോലും നിലകൊള്ളാൻ മനുഷ്യന് കഴിയില്ല. പരിപൂർണമായും സെക്കൻഡിൻ്റെ 1000-ൽ ഒരു അംശം എടുത്താൽ ആ അംശത്തിൽ പോലും റബ്ബിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ നിലകൊള്ളുന്നത്, നമ്മളിവിടെ ജീവിക്കുന്നത്, എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവേ, മുഴു സമയവും എൻ്റെ കാര്യം ഞാൻ നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, എന്നെ നീ ഒരിക്കലും ഏൽപ്പിക്കരുത്, നിന്നിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും റബ്ബേ നീ വേണം എനിക്ക് ശരിയാക്കി തരാൻ എന്ന് പറയുന്ന ഈ ദുആ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ ദിക്ർ ദുആകളിൽ ഉണ്ടാവട്ടെ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആമുഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. മാ യംനഉകി അൻ തസ്മഈ മാ ഊസീകി ബിഹി എന്ന് പറഞ്ഞാൽ അതൊരു വസിയ്യത്താണ്. ഞാൻ പറയുന്നത് എന്ന് പറയാതെ റസൂലുള്ള പറഞ്ഞത് ഞാൻ നിനക്ക് നൽകുന്ന വസിയ്യത്ത്, വസിയ്യത്തിന് കൂടുതൽ ശക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മോളെ നീ ഇത് ഒഴിവാക്കരുത് എന്ന് സ്വന്തം മകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിലൂടെ ലോക മുസ്ലിമീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യണം. യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വറഫത ഐൻ. ഈ ദുആ പഠിച്ച് രാവിലെയും വൈകുന്നേരവും നമ്മൾ പ്രാവർത്തികമാക്കുക. ഒരുപാട് ഖൈറുകളുള്ള ഒരു ദുആ ആണിത്. പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ ഈ ദുആ സംരക്ഷണം നൽകുമെന്നാണ്. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും മാത്രമല്ല, ഒരു ബുദ്ധിമുട്ടിനെ ഫേസ് ചെയ്യുമ്പോഴും ഈ ദുആ ചെയ്യാമെന്നാണ്. മറ്റൊരു ഹദീസ് ശ്രദ്ധിക്കുക. ഇമാം അബൂദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബ്ദുറഹ്മാൻ ഇബ്നു അബി ബക്ര, അബൂബക്ര എന്ന് പറയുന്ന, അബൂബക്ര അല്ല അബൂബക്ര എന്ന് പറയുന്ന സ്വഹാബിയുടെ മകൻ അബ്ദുറഹ്മാൻ, അദ്ദേഹം ഉപ്പയോട് പറയാണ്, ഉപ്പ എന്ന് പറഞ്ഞാൽ ഇവിടെ അബൂബക്ര റളിയല്ലാഹു തആല അൻ, അദ്ദേഹത്തോട് പറയുകയാണ്, യാ അബത്തി, എൻ്റെ പിതാവേ, ഇന്നി അസ്മഉക തദ്ഉ കുല്ല ഗദാത്തിൻ, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ആയാൽ ഇങ്ങനെ ദുആ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. എന്താണ് ദുആ? അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത്, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുവേ എൻ്റെ കേൾവി ശക്തിയിൽ നീ ആഫിയത്ത് നൽകണേ, എൻ്റെ കാതിനും എൻ്റെ കേൾവി ശക്തിയിലും നീ ആഫിയത്ത് നൽകണേ. എന്ന് പറഞ്ഞാൽ കേൾക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. കേൾവി ശക്തി ഒരാൾക്ക് കുറഞ്ഞാലാണ് അതിൻ്റെ ഒരു വില മനസ്സിലാവുക, അത്രമാത്രമാണ്. അപ്പോൾ ശബ്ദങ്ങളെ തിരിച്ചറിയാനും ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനും വാക്കുകൾ കേൾക്കാനും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനും പലതും കേട്ട് പഠിക്കാനുമൊക്കെ കേൾവി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമല്ലേ? നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്കാനാണ്. ആ കേൾക്കുന്നതിലൂടെ ഒരുപാട് അറിവുകൾ നമ്മൾ നേടുന്നു. ആ അറിവനുസരിച്ചാണ് പിന്നീട് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കേൾവിയിൽ ആഫിയത്ത് ഉണ്ടാവുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേൾവി ശക്തിക്ക് അപകടമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങൾ വിട്ടു നിൽക്കണം. അവരുടെ ആരോഗ്യം അവരെപ്പോഴും സംരക്ഷിക്കണം. അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അതേപോലെ തന്നെ അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, പടച്ചോനെ എൻ്റെ ശരീരത്തിന് ആഫിയത്ത് നൽകണേ, കൈകാലുകൾക്ക് ശരീരത്തിനൊക്കെ ആരോഗ്യം നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, അല്ലാഹുവേ എൻ്റെ കാഴ്ച ശക്തിയിൽ നീ എനിക്ക് ആഫിയത്ത് നൽകണേ. അപ്പോൾ കേൾവിയിലും കാഴ്ചയിലും ശരീരത്തിലുമൊക്കെ നീ ആഫിയത്ത് നൽകണേ. ലാ ഇലാഹ ഇല്ലാ അൻത്, നീ അല്ലാതെ ഇലാഹില്ല. ഇത് തുഈദുഹ സലാസൻ, ഉപ്പ നിങ്ങൾ 3 തവണ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴൊക്കെ? ഹീന തുസ്ബിഹു വസലാസൻ ഹീന തുംസി, സലാസൻ ഹീന തുസ്ബിഹു വസലാസൻ ഹീന തുംസി. രാവിലെയും 3 തവണ, വൈകുന്നേരവും 3 തവണ നിങ്ങൾ ദിവസവും ഇത് ചൊല്ലുന്നത് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അബ്ദുറഹ്മാൻ എന്ന മകൻ അബൂബക്ര എന്ന സ്വഹാബിയോട് ചോദിക്കുകയാണ്, ഉപ്പ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 3 തവണ അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം അതിന് നൽകിയ മറുപടി, ഇന്നി സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദ്ഉ ബിഹിന്ന ഫഅന ഉഹിബ്ബു അൻ അസ്തന്ന ബിസുന്നതിഹി, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ പിൻപറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ റസൂൽ ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും 3 തവണ ചെയ്യാറുണ്ട്, ചൊല്ലാറുണ്ട്. അതുകൊണ്ട് ഞാനും ഇത് രാവിലെയും വൈകുന്നേരവും 3 തവണ ചൊല്ലുകയാണ്. അപ്പോൾ രാവിലെയും വൈകുന്നേരവും 3 തവണ ഇത് മറന്നു പോകരുത്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അള്ളാഹു എൻ്റെ ശരീരത്തിന് നീ ആരോഗ്യം നൽകണേ, സൗഖ്യം നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ,
അള്ളാഹുവെ എൻ്റെ കേൾവി ശക്തിയിൽ നീ സൗഖ്യം നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, എൻ്റെ കാഴ്ച ശക്തിയിൽ അള്ളാഹുവെ നീ എനിക്ക് ആഫിയത്ത് നൽകണേ. ലാ ഇലാഹ ഇല്ല അൻത്, നീ അല്ലാതെ വേറെ ഇലാഹില്ല. ഖാല അബ്ബാസുൻ ഫീഹി, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അക്കൂട്ടത്തിൽ റസൂൽ ദുആ ചെയ്തത് ഇത്ര കൂടിയുണ്ട്. അതേ റിവായത്തിൽ അതേ സനദിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്ർ, അള്ളാഹുവെ ഞാൻ നിന്നോട് നന്ദികേടിൽ നിന്ന്, കുഫറിൽ നിന്ന് അഭയം തേടുന്നു. കുഫർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധം, ഷിർക്ക്, കുഫർ, നിഫാഖ് തുടങ്ങിയ കുഫറിൻ്റെ എല്ലാ വകുപ്പുകളിൽ നിന്നും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫർ, അള്ളാഹുവെ സത്യനിഷേധം, ബഹുദൈവാരാധന, കാപട്യം, ചെറുതും വലുതുമായ അതിൻ്റെ വ്യത്യസ്ത അവസ്ഥകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. വൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്നും. സഹോദരങ്ങളെ, ഫഖറിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടണം. വൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്നും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുവേ ഖബറിലെ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത്, നീയല്ലാതെ ഇലാഹില്ല. അപ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫർ വൽ ഫഖർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ലാ ഇലാഹ ഇല്ലാ അൻത്. തുഈദുഹാ സലാസൻ ഹീന തുസ്ബിഹു വസലാസൻ ഹീന തുംസി. 3 തവണ രാവിലെയും 3 തവണ വൈകുന്നേരവും ഈ ദുആ ചെയ്യുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിരുന്നു അത്. അതിനെ ഞങ്ങൾ പിൻപറ്റുന്നു. അപ്പോൾ അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖരി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്രി, ലാ ഇലാഹ ഇല്ലാ അൻത്. 3 മററാത്ത്, 3 തവണ രാവിലെയും വൈകുന്നേരവും. അതിൻ്റെ കൂട്ടത്തിൽ അതേ സനദിൽ അതേ ഹദീസിൽ കാണാം ദഅവാത്തുൽ മക്റൂബ്. ഒരാൾക്കൊരു പ്രയാസം നേരിട്ടാലുള്ള ദുആകളാണ്. അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ നിൻ്റെ കാരുണ്യത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, കണ്ണിമ വെട്ടുന്ന നേരം പോലും എൻ്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ലേ. വ അസ്ലിഹ് ലി ശഅനി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നന്നാക്കി തരണേ. ലാ ഇലാഹ ഇല്ലാ അൻത്, നീ അല്ലാതെ ഇലാഹില്ല. ഇത് നമ്മൾ ആദ്യം പഠിച്ച ആ ദുആൻ്റെ അതേ കോപ്പിയാണിത്. പക്ഷെ അത് രാവിലെയും വൈകുന്നേരവും, പ്രയാസമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കൊണ്ടേയിരിക്കുക 3 തവണ. അതേ സന്ദർഭത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴും അതേ ദുആ നമുക്ക് ചെയ്യാം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് വ അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അതേപോലെ ഈ ഹദീസിൽ വന്ന വേർഡ്സ് അല്പം വ്യത്യാസമുണ്ട്. അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ വ അസ്ലിഹ് ലി ശഅനി കുല്ലഹ് ലാ ഇലാഹ ഇല്ലാ അൻത്. ഈ ദിക്റുകൾ, ദുആകൾ പഠിക്കുക. രാവിലെയും വൈകുന്നേരവും 3 തവണ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.